കഴിഞ്ഞ മാസം ഞാൻ എവല്യൂഷൻ തിയറിയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ വന്ന ഒരു കമന്റ് ആണ് ഈ കാണുന്നത്. ശാസ്ത്രം DNA പഠനങ്ങളിലൂടെ ആദത്തെയും ഹൗവയും കണ്ടെത്തിയിരിക്കുന്നു, അതുകൊണ്ട് തന്നെ എവല്യൂഷൻ തിയറി തെറ്റാണെന്നാണ് ആ കമന്റിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. ഇതിൽ പാതി ശരിയാണ്, എന്നാൽ പാതി തെറ്റാണ്. ശാസ്ത്രത്തിന്റെ മൈറ്റോകോൺട്രിയൽ ഈവിനെയും Y ക്രോമസോം ആദത്തെയും കണ്ടെത്തിയിട്ടുണ്ട്. അത് 100% സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിന്റെ അർത്ഥം എവല്യൂഷൻ തിയറി തെറ്റാണെന്നല്ല. നമുക്ക് വളരെ വിശദമായി തന്നെ ഈ ആദത്തെയും ഈവിനെ കുറിച്ചും മനസ്സിലാക്കാം. ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന റെഫറൻസുകൾ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഓർമ്മശക്തിയാണോ നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം? എത്ര നന്നായിട്ട് പഠിച്ചാലും പഠിച്ചതൊക്കെ മറന്നു പോകുന്നതാണോ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ ഒരു പോംവഴിയുണ്ട്. 25ഓളം വ്യത്യസ്തമായിട്ടുള്ള മെമ്മറി ട്രിക്കുകളും മെത്തേഡുകളും ഉണ്ട്. ഈ ട്രിക്കുകളും മെത്തേഡുകളും നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ നേരിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ച് എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഒരു പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന സകല കോണ്ടന്റും നിങ്ങൾക്ക് മനഃപ്പാഠമാക്കാം. 50 അക്കമോ 100 അക്കമോ ഒക്കെയുള്ള വലിയ സംഖ്യകൾ നിമിഷ നേരം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാനും പിന്നീട് റീകോൾ ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. ഈ 25ഓളം വരുന്ന മെത്തേഡുകൾ ബ്രൈറ്റ് കേരളത്തിന്റെ വെബ്സൈറ്റിലും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ഒരു കോഴ്സായിട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിന്റെ ഫീ. എന്നാൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ NBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പരിശോധിക്കുക. നമ്മുടെ ശരീരം ഒരു വലിയ ചരിത്ര പുസ്തകം പോലെയാണ്. നമ്മുടെ സകല ഡീറ്റെയിലുകളും നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്കും പല ചരിത്രങ്ങൾ അറിയാം. നമ്മളെ കുറിച്ചുള്ള ചരിത്രങ്ങൾ അറിയാം. എൻ്റെ അച്ഛൻ്റെ പേര് വാസുദേവൻ എന്നാണ്. അച്ഛൻ്റെ പേര് കേശവൻ എന്നാണ്. അച്ഛൻ്റെ പേര് കൃഷ്ണൻ എന്നാണ്. എന്നാൽ അതിനു മുമ്പുള്ള ഒരു കാര്യവും എനിക്കറിയില്ല. എന്നെ കുറിച്ചുള്ള ചരിത്രത്തിലുള്ള അറിവ് അത്രയും മാത്രമാണ്. അപ്പൊ അമ്മയുടെ ഒരു ലീനിയേജ് എടുത്താലും ഒരു 2-3 തലമുറയ്ക്ക് അപ്പുറത്തേക്ക് പോകില്ല. പക്ഷേ നമ്മുടെ ശരീരത്തിന് കൃത്യമായിട്ട് ഈ ചരിത്ര രേഖകളെ കുറിച്ചുള്ള നല്ല ധാരണയുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമ്മുടെ കോടിക്കണക്കിനോളം വരുന്ന സെല്ലുകളുടെ കോശങ്ങളുടെ ഉള്ളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വായിച്ചെടുക്കാൻ ഒരു പുസ്തകം വായിക്കുന്ന ലാഘവത്തോടെ സാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ശാസ്ത്രത്തിന്റെ പക്കൽ അത് വായിക്കാനുള്ള ടൂളുണ്ട്. അത് ഉപയോഗിച്ചിട്ട് ലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ ചരിത്രം പോലും ചികഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഓർഗനല്ലെയാണ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു പവർ ഹൗസ് ആണ് മൈറ്റോകോൺട്രിയ. നമ്മുടെ ശരീരത്തിലുള്ള മൈറ്റോകോൺട്രിയ നമ്മുടെ മാതാവിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ അമ്മയിൽ നിന്ന് കിട്ടിയതാണ്. അതായത് അച്ഛനിൽ നിന്നും ഒരിക്കലും കുട്ടിക്ക് മൈറ്റോകോൺട്രിയ കിട്ടുകയില്ല. എനിക്ക് 2 പെൺമക്കളാണുള്ളത്. ആ 2 പെൺമക്കൾക്കും എൻ്റെ വൈഫിന്റെ മൈറ്റോകോൺട്രിയ അടങ്ങിയിട്ടുണ്ട്. എൻ്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന മൈറ്റോകോൺട്രിയ എൻ്റെ അമ്മയുടെയാണ്. അമ്മയ്ക്ക് ആ മൈറ്റോകോൺട്രിയ കിട്ടിയത് അമ്മയുടെ അമ്മയിൽ നിന്നാണ്. അങ്ങനെ നമുക്ക് വളരെയധികം പിന്നിലേക്ക് പോകാമല്ലോ. പോയി നമ്മുടെയൊക്കെ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന അമ്മയിൽ എത്തിച്ചേരാൻ സാധിക്കും. ശാസ്ത്രം അത്തരത്തിലുള്ള ഒരു അമ്മയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ അമ്മയുടെ പേരാണ് മൈറ്റോകോൺട്രിയൽ ഈവ് അല്ലെങ്കിൽ മൈറ്റോകോൺട്രിയൽ ഹൗവ. ഇത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കണ്ടെത്തൽ തന്നെയാണ്. നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആളുകളിലൊക്കെ തന്നെയും ഇതേ മൈറ്റോകോൺട്രിയൽ ഈവിന്റെ മൈറ്റോകോൺട്രിയ അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ എല്ലാവരുടെയും അമ്മ ഒരേ ഒരു അമ്മ തന്നെയാണ്. ആ അമ്മ ജീവിച്ചിരുന്നത് ഏകദേശം 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വർഷങ്ങൾക്ക് മുൻപുള്ള കാലഘട്ടത്തിലാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഒരേ ഒരു പിതാവുമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പിന്നിലേക്ക് പോകുമ്പോഴുള്ള ഒരേ ഒരു പിതാവ്. അത് നമ്മൾ കണ്ടെത്തിയത് Y ക്രോമസോമിലൂടെയാണ്. ഒരു പുരുഷനെയും സ്ത്രീയെയും തമ്മിൽ വേർപെടുത്തുന്നത് ഒരു പെയർ ഓഫ് ക്രോമസോം കാരണമാണ്. XX ക്രോമസോമും XY ക്രോമസോമും. ഒരു വ്യക്തിയിൽ XX ക്രോമസോം ആണ് അടങ്ങിയിരിക്കുന്നതെങ്കിൽ ആ വ്യക്തി ഒരു സ്ത്രീ ആയിരിക്കും. XY ആണെങ്കിൽ പുരുഷനായിരിക്കും. അതായത് Y ക്രോമസോം അടങ്ങിയിരിക്കുന്നത് ഒരു പുരുഷനിൽ മാത്രമാണ്. എനിക്ക് 2 പെൺകുട്ടികളാണെന്ന് പറഞ്ഞല്ലോ. അതായത് എൻ്റെ Y ക്രോമസോം മറ്റൊരു തലമുറയിലേക്ക് പോയിട്ടില്ല. എനിക്ക് ഇനിയൊരു കുട്ടികളുടെ ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ
എൻ്റെ വൈ ക്രോമസോം ഞാനോടുകൂടി തന്നെ അവസാനിക്കുന്നതാണ്. അടുത്ത തലമുറയിലേക്ക് അത് പോകുന്നതല്ല. എൻ്റെ വൈ ക്രോമസോം എനിക്ക് കിട്ടിയത് എൻ്റെ അച്ഛനിൽ നിന്നാണ്. അച്ഛന് ആ വൈ ക്രോമസോം കിട്ടിയത് അച്ഛന്റെ അച്ഛനിൽ നിന്നാണ്. അങ്ങനെ മൈറ്റോകോൺഡ്രിയൽ ഈവിനെ കണ്ടെത്തിയതുപോലെ തന്നെ നമുക്ക് ആദത്തെയും കണ്ടെത്താൻ സാധിക്കും. ശാസ്ത്രം അത്തരത്തിലൊരു ആദത്തെ കണ്ടെത്തി. അതാണ് വൈ ക്രോമസോം ആദം. ആ വൈ ക്രോമസോം ആദം ഭൂമിയിൽ ജീവിച്ചിരുന്നത് ഏകദേശം 2 ലക്ഷം വർഷം മുതൽ 3 ലക്ഷം വർഷം വരെ മുൻപുള്ള കാലഘട്ടത്തിലാണ്. അതായത് വൈ ക്രോമസോം ആദവും മൈറ്റോകോൺഡ്രിയൽ ഈവും പരസ്പരം കണ്ടുമുട്ടിയിട്ടേയില്ല. രണ്ടുപേരും 2 വ്യത്യസ്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ്. വൈ ക്രോമസോം ആദം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവിടെ വേറെയും ഒരുപാട് പുരുഷന്മാരുണ്ടായിരുന്നു. ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളിലൂടെ ഏകദേശം 5000 മുതൽ 15000 വരെയുള്ള ആണുങ്ങൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം തന്നെ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്നത് ഈസ്റ്റ് ആഫ്രിക്കയിലാണ്. അദ്ദേഹം മാത്രമല്ല, നമ്മുടെ മൈറ്റോകോൺഡ്രിയൽ ഈവും ജീവിച്ചിരുന്നത് ഈസ്റ്റ് ആഫ്രിക്കയിലാണ്. പക്ഷേ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന, അതായത് വൈ ക്രോമസോം ആദത്തോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് പുരുഷന്മാരുടെ വൈ ക്രോമസോം പിന്നീട് അധിക കാലഘട്ടത്തേക്ക് ഷെയർ ചെയ്തു പോയില്ല. അതിന്റെ ഒരു റീസൺ ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ വൈ ക്രോമസോം ഈ ഒരു തലമുറയോട് കൂടി അവസാനിക്കുകയാണ്. അതെനിക്ക് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുകയില്ല. പഴയ കാലഘട്ടങ്ങളിലും അങ്ങനെ ഒരുപാട് പേർക്ക് അത്തരത്തിൽ ഷെയർ ചെയ്യാൻ സാധിക്കാതെ പോയിട്ടുണ്ട്. പക്ഷേ വൈ ക്രോമസോം ആദം എന്ന വ്യക്തിക്ക് അത് ഇപ്പോഴും ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത തലമുറയിൽപ്പെട്ട ആളുകളാണ് ഈ കാലഘട്ടത്തിൽ കാണുന്ന ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെയും. ഇത് തന്നെയാണ് മൈറ്റോകോൺഡ്രിയൽ ഈവിന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. മൈറ്റോകോൺഡ്രിയൽ ഈവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവിടെ വേറെയും ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നു. 10,000 മുതൽ 15,000 വരെയുള്ള സ്ത്രീകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്ത്രീകൾക്കൊന്നും അവരുടെ മൈറ്റോകോൺഡ്രിയ ഒരുപാട് തലമുറകളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതിന്റെ കാരണവും ഇത് തന്നെയാണ്. അതായത് ഒരു സ്ത്രീക്ക് ഉണ്ടായതെല്ലാം ആൺകുട്ടികളാണെങ്കിൽ അവരുടെ മൈറ്റോകോൺഡ്രിയ ആ ആണുങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ ആ ആണുങ്ങൾക്കുണ്ടാകുന്ന കുട്ടികൾക്ക് ആ ആണുങ്ങളുടെ മൈറ്റോകോൺഡ്രിയ അല്ല. ആ കുട്ടികളുടെ അമ്മ ആരാണോ ആ അമ്മയുടെ മൈറ്റോകോൺഡ്രിയ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെയും ഒരുപാട് ആളുകളുടെ എന്നല്ല, ഒരു സ്ത്രീയുടെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും മൈറ്റോകോൺഡ്രിയ ഷെയർ ചെയ്യപ്പെടാതെയായി. അങ്ങനെ ഈ ഭൂമിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ആളുകളും മൈറ്റോകോൺഡ്രിയൽ ഈവിന്റെ അടുത്ത തലമുറകളിൽ പെട്ടിട്ടുള്ള ആളുകളാണ്. ആ അമ്മയുടെ തലമുറയിൽ മാത്രമല്ല, വൈ ക്രോമസോം ആദത്തിന്റെ തലമുറയിൽ പെട്ടവർ കൂടിയാണ് നമ്മൾ. അതായത് നമ്മളെല്ലാവരും ഏകദേശം ഒരേ പൂർവികരിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള ആളുകളാണ്. ഈ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എവല്യൂഷൻ തിയറി തെറ്റാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. എവല്യൂഷൻ തിയറി കുറച്ചുകൂടെ ശക്തമാവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാവരുടെയും തുടക്കത്തിൽ ആദ്യം ഉണ്ടായിരുന്നത് ഒരൊറ്റ ആണും ഒരൊറ്റ പെണ്ണുമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. വീഡിയോയുടെ ഇനിയുള്ള ഭാഗങ്ങൾ ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പല ആളുകളും ഈ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തു എന്ന് വരാം. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. ഞാൻ പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ്, ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ പേരിൽ എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, സത്യം പറയാതിരിക്കാൻ സാധിക്കുകയില്ല. ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ഒരേ ഒരു സ്പീഷീസ് ആയ ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസ്, ഈ സാപ്പിയൻസ് സാപ്പിയൻസ് എന്ന വിഭാഗത്തിന്റെ ജനിതക വെറൈറ്റി അത് വളരെ വളരെ വലുതാണ്. ഒരിക്കലും തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു പുരുഷനും ഒരു സ്ത്രീക്കും ഇത്തരത്തിൽ വെറൈറ്റി ഉള്ള ഒരു പോപ്പുലേഷൻ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. ഗവേഷകർ പറയുന്നത് ഏറ്റവും കുറഞ്ഞത് തുടക്കത്തിൽ ഒരു 1000 ഇൻഡിവിജ്വൽസ് എങ്കിലും ഉണ്ടായിരിക്കണം. ഇതിനെല്ലാം പുറമെ നമ്മുടെ DNA അടങ്ങിയിരിക്കുന്നത് ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസിന്റെ മാത്രം DNA അല്ല. അതിനു പുറമെ ഇപ്പോൾ നിലനിൽക്കാത്ത, പണ്ട് ഇല്ലാതെയായ മറ്റൊരു മനുഷ്യ സ്പീഷീസ് ആയിട്ടുള്ള നിയാൻഡർത്തൽസിന്റെ ഉണ്ട്. അതിനു പുറമെ ഡെനിസോവൻസിന്റെയും ഉണ്ട്. നിയാൻഡർത്തൽസിന്റെയും ഡെനിസോവൻസിന്റെയും DNA നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിച്ച സ്വാൻഡെ പേബോ എന്ന ഗവേഷകന് 2022 നൊബേൽ പുരസ്കാരം ലഭിച്ചിരുന്നു. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പുസ്തകം തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സാധാരണക്കാർക്ക് പോലും വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുക്കാം, പരിശോധിക്കുക. നമ്മുടെ DNA-യിൽ നിയാൻഡർത്തൽ മനുഷ്യന്മാരുടെയും ഡെനിസോവൻ മനുഷ്യന്മാരുടെയും DNA-യുടെ അവശേഷിപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ പൂർവികർ ഒരു കാലഘട്ടത്തിൽ ഈ ഡെനിസോവൻ മനുഷ്യനുമായിട്ടും അതുപോലെ നിയാൻഡർത്തൽ മനുഷ്യനുമായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഉണ്ടായിട്ടുള്ള
കുട്ടികളാണ്, അല്ലെങ്കിൽ അതിന്റെ പിൻഗാമികളാണ് നമ്മൾ. നിങ്ങളുടെ ശരീരത്തിലും എത്രമാത്രം ഡെനിസോവൻ ഉണ്ടെന്നും നിയാൻഡർത്തൽസ് ഉണ്ടെന്നും നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതിന് നമ്മൾ DNA പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മാത്രം മതി. ഏകദേശം ഒരു 1.5 മാസം മുമ്പ് ഞാൻ എൻ്റെ DNA ഇത്തരത്തിലുള്ള ഒരു പഠനത്തിന് വേണ്ടി അയച്ചു കൊടുത്തിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അതിന്റെ റിസൾട്ട് കിട്ടുന്നതാണ്. മുൻപ് DNA കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അത് അവതരിപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിസൾട്ട് വരുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങളിലും അത്തരത്തിലുള്ള DNA ടെസ്റ്റുകൾ നടത്തണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടായിരിക്കും. നിലവിൽ ഞാൻ അതിന്റെ ഡീറ്റെയിലുകളൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. അതിന്റെ റിസൾട്ട് വന്ന് അതിന്റെ ജെന്യുവിനിറ്റി ഒക്കെ ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ നിങ്ങളെ അത് അറിയിക്കുകയുള്ളൂ. അതായത് അതിന്റെ റിസൾട്ട് ഒക്കെ വന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ എങ്ങനെ നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശദമായി വിശദീകരിക്കുന്നതാണ്. എന്റെ DNA കുറിച്ച് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ മിസ്സാകാതിരിക്കാൻ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ആക്കി കഴിഞ്ഞാൽ എന്റെ ഒരു വീഡിയോയും നിങ്ങൾക്ക് മിസ്സാകില്ല. എല്ലാം ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ വീഡിയോയിൽ ഞാൻ DNA കുറിച്ചും മൈറ്റോകോൺട്രിയയെ കുറിച്ചും സെല്ലുകളെ കുറിച്ചും കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ കാരണം സെല്ലുകളെ കുറിച്ച് ഞാൻ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. DNA കുറിച്ച് ഈ അടുത്ത കാലത്ത് തന്നെ ഒരു 30 മിനിറ്റോളം ദൈർഘ്യമുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഓൾറെഡി തന്നെ എൻ്റെ വീഡിയോസിന് ഒരുപാട് ഡ്യൂറേഷൻ ആണെന്ന് ഒരുപാട് പേർ കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. ഞാൻ മനഃപൂർവ്വം ഡ്യൂറേഷൻ കൂട്ടാനായിട്ടൊന്നും ചെയ്യുന്നില്ല. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഡ്യൂറേഷൻ സ്വാഭാവികമായിട്ടും കൂടി പോകുന്നതാണ്. അത്തരത്തിൽ കംപ്ലൈന്റ് വന്നതിനെ തുടർന്ന് ഞാൻ ചെയ്യുന്ന പല വീഡിയോയും എഡിറ്റിംഗ് സമയത്ത് ഞാൻ കട്ട് ചെയ്ത് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ അരമണിക്കൂറായിട്ടൊക്കെ കാണുന്ന എൻ്റെ വീഡിയോ അത് ശരിക്കും 3/4 മണിക്കൂറോ 1 മണിക്കൂറോ ചിലപ്പോൾ 1.5 മണിക്കൂർ കൊണ്ടൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തതായിരിക്കും. എഡിറ്റിംഗ് സമയത്ത് നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് അത് ഞാൻ പരമാവധി ക്രിസ്പ് ആക്കുന്നതാണ്. പക്ഷേ ഇൻഫർമേഷനുകൾ അധികം ക്രിസ്പ് ആക്കാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. DNA കുറിച്ചും സെല്ലിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ മുമ്പ് പറഞ്ഞ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഒന്ന് പരിശോധിച്ച് നോക്കുക. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്ന മെമ്മറി ഇംപ്രൂവ്മെന്റ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ മെയിലിലൂടെയോ എനിക്കൊരു മെസ്സേജ് അയക്കുക. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക.